വെൽക്കം ടു മൈ ചാനൽ ഇംഗ്ലീഷ് ഗ്രാമർ ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചാണ്. ഞാൻ പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയാൻ കാരണം യു ഹാവ് ഗിവൺ എ സെന്റൻസ് ഇൻ ഓർഡർ ടു ഫൈൻഡ് ഔട്ട് ദി ഫങ്ഷൻസ് ഓഫ് വേർഡ്സ് ഗിവൺ ഇൻ ദാറ്റ് സെന്റൻസ്. ദർ ആർ 17 വേർഡ്സ് ഇൻ ദാറ്റ് സെന്റൻസ്. നിങ്ങൾക്ക് ഒരു സെന്റൻസ് തന്നിട്ട് അതിലെ ഓരോ വേർഡിന്റെയും ഫങ്ഷൻസ് അല്ലെങ്കിൽ പ്രവർത്തന അതേത് മേഖലയിൽ ഉൾപ്പെടുന്നു എന്ന് പഠിക്കുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. ഇതെല്ലാം പാർട്സ് ഓഫ് സ്പീച്ച് കൊണ്ടാണ് ഈ സെന്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാർട്സ് ഓഫ് സ്പീച്ച് ആർ ദി ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എ ലാംഗ്വേജ്. ഒരു ഭാഷയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുക്കളാണ് പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഗ്വേജ് ഈസ് എ കോഡ് ഓഫ് കോണ്ടാക്ട് ടു കൺവേ ദി സ്പീക്കേഴ്സ് ഐഡിയാസ്, ഫീലിങ്സ്, തോട്ട്സ് എക്സെട്ര. അപ്പോൾ ഒരാളുടെ മനസ്സിലുള്ള വികാരങ്ങളും വിചാരങ്ങളും നമ്മളുടെ ആശയങ്ങളും ഒക്കെ മറ്റൊരാളുമായി സംവദിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വാചകം ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതിന്റെ 4 നെടുംതൂണുകളാണ് സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്, ലിസണിങ്. ഇതാണ് നെടുംതൂണുകൾ. അപ്പൊ ഇത് നമുക്ക് ഈ സ്കിൽ നമ്മൾക്ക് ഉണ്ടെങ്കിൽ ഭാഷ അനായാസം കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ സെന്റൻസിലേക്ക് വരാം, നോക്കാം. He had never tried taming it because a wild mongoose was more useful than a domesticated one. അതായത് അവൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്തിന്? മെരുക്കാൻ വേണ്ടി. ഇവിടെ കീരിയുടെ കാര്യമാണ് പറയുന്നത്. ഇറ്റ് ബിക്കോസ് എ വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. കാട്ടിലെ ഒരു കീരി വളരെ ഉപയോഗപ്രദമുള്ള ഒരു ജീവിയാണ്. അതിനെ മെരുക്കി വീട്ടിൽ വളർത്തുന്നതിനേക്കാൾ ഉപകാരം കാട്ടിലെ കീരിക്കുണ്ടെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് ഓരോ ഈ സെന്റൻസിലെ വേർഡുകളിൽ ഫസ്റ്റ് വൺ കീ. കീ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോനൗൺ ആണ്. എന്താണ് പ്രോനൗൺ? പ്രോനൗൺ ഈസ് എ വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദി പ്ലേസ് ഓഫ് എ നൗൺ ഓർ ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നാമത്തിന്റെ സ്ഥലത്ത് ഉപയോഗിക്കുന്ന വാക്കിനെയാണ് സർവനാമം എന്ന് പറയുക. പ്രോനൗൺ മീൻസ് ഫോർ എ നൗൺ. അതാണ് അതിന്റെ അർത്ഥം. നമുക്ക് മൂന്നായി തരംതിരിക്കാം പ്രധാനമായിട്ടും പ്രോനൗണിനെ. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. ഐ ആൻഡ് വി ആർ ഫസ്റ്റ് പേഴ്സൺസ്, യു സെക്കൻഡ് പേഴ്സൺ, ഹി, ഷീ, ഇറ്റ്, ദേ ആർ തേർഡ് പേഴ്സൺസ്. അതിൽ തന്നെ സിംഗുലർ ഉണ്ട്, പ്ലൂറൽ ഉണ്ട്. ഇവിടെ ഹി എന്ന് പറഞ്ഞാൽ തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. അടുത്തതോ ഹാഡ് ആണ്. ഹാഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഫോം ആണ്. ഇതിന്റെയൊക്കെ പാസ്റ്റ് ഫോം ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് ഫോം ആണ് ഹാഡ്. There are 24 auxiliary verbs is, am, are, was, were, has, have, had, do, does, did, will, would, shall, should, can, could, may, might, must, need, dare, ought to. അതിൽ ഒരെണ്ണമാണ് ഈ തന്നിരിക്കുന്നത്. ഇനി നെവർ എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ആഡ്വർബ് ആണ്. ആഡ്വർബ് എന്ന് പറഞ്ഞാൽ ആഡ്വർബ് ഈസ് എ വേർഡ് വിച്ച് മോഡിഫൈസ് എ വെർബ് ഓർ അനദർ ആഡ്വർബ് ഓർ അൻ അഡ്ജക്റ്റീവ്. അപ്പോൾ ഒരു ക്രിയയെയോ ക്രിയാവിശേഷണത്തെയോ നാമവിശേഷണത്തെയോ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ആഡ്വർബ്. നെവർ എന്ന് പറഞ്ഞാൽ ഒരു ആഡ്വർബ് ആണ്. നെക്സ്റ്റ് വേർഡ് ഏതാ? ട്രൈഡ് ആണ്. ട്രൈ എന്നതിന്റെ പാസ്റ്റ് ഫോം ആണ് ട്രൈഡ്. ട്രൈ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശ്രമിക്കുക. ട്രൈഡ് പരിശ്രമിച്ചു. അപ്പോൾ അതിന്റെ പാസ്റ്റ് ഫോം ഇതൊരു വെർബാണ്. വെർബ് ഈസ് എ വേർഡ് വിച്ച് ഡിനോട്ട്സ് ആൻ ആക്ഷൻ, ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന പദം. അടുത്തത് ടൈമിംഗ് ആണ്. ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ING ഫോം ആണ് വെർബിന്റെ. ടൈം എന്ന് പറഞ്ഞാൽ മെരുക്കുക. ടൈമിംഗ് ആ മെരുക്കൽ പ്രോസസ് നൗൺ ആണ്. അപ്പോൾ ഇവിടെ ING ഫോം ആണ്, അതൊരു വെർബൽ നൗൺ ആണ്. ടൈം, ടൈമിംഗ്, ഈറ്റ്, ഈറ്റിംഗ്, ഡ്രിങ്ക്, ഡ്രിങ്കിങ്, ജമ്പ്, ജമ്പിങ്, റീഡ്, റീഡിങ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ വെർബിൽ ആ ക്രിയയിൽ നിന്നുണ്ടാക്കിയെടുക്കുന്ന നാമമാണ് ക്രിയാനാമം. ക്രിയാനാമം അതാണ് ഇവിടെ ഓടുക, ഓട്ടം, ചാടുക, ചാട്ടം, തിന്നുക, തെറ്റി, വായന, വായിക്കുക, വായന എന്നൊക്കെ പറയുമ്പോൾ. ഇനി ഇറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രോനൗൺ ആണ്. ബിക്കോസ് എന്ന് പറഞ്ഞാൽ അതൊരു കൺജങ്ഷൻ ആണ്. കൺജങ്ഷൻ ഈസ് എ കണക്റ്റിംഗ് വേർഡ്. ഇനി എ എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ടിക്കിൾ ആണ്. ദർ ആർ 3 ആർട്ടിക്കിൾസ് ഇൻ ഇംഗ്ലീഷ്: ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. എ, ദി എന്ന് പറയുന്നത് ഡെഫിനിറ്റ് ആർട്ടിക്കിളും എ ആൻഡ് ആൻ ആർ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളുമാണ്. അതിന് ആർട്ടിക്കിളിൽ വ്യക്തമായിട്ട്
നിങ്ങൾ നമ്മൾ പഠിക്കും, അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വൈൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈൽഡ് മംഗൂസ്, വൈൽഡ് ഒരു അഡ്ജക്റ്റീവ് ആണ്. എങ്ങനെയുള്ള കീരി? എന്താണ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? അഡ്ജക്റ്റീവ് ഇസ് എ വേർഡ് വിച്ച് മോഡിഫൈസ് എ നൗൺ. ഒരു നാമത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് നാമവിശേഷണം. ഇനി ആരെ വിശേഷിപ്പിക്കുന്നു? മംഗൂസിനെ. കാട്ടിലെ കീരി എന്ന് പറയുന്നതാണ്. മംഗൂസ് എന്ന് പറഞ്ഞാൽ ഒരു നൗൺ ആണ്, കീരി. ഇനി വാസ് എന്ന് പറഞ്ഞാൽ ഇസിന്റെയും ആമിന്റെയും പാസ്റ്റ് ഫോം ആണ് വാസ്. അതൊരു ഓക്സിലറി വെർബാണ്. മോർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പാരിറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. നമ്മൾ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇനി തുടർന്ന് വരുന്ന വീഡിയോയിൽ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ വളരെ വ്യക്തമായി പഠിക്കുന്നുണ്ട്. മോർ, മോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ അതിന്റെ ഡിഗ്രി കാണിക്കാൻ സെക്കൻഡ് ഡിഗ്രി ആണ്, കമ്പാരറ്റീവ് ഡിഗ്രി ആണ്. മോർ, മോർ യൂസ്ഫുൾ, ഏറെ ഉപകാരപ്രദമാണ് എന്ന് കാണിക്കാൻ വേണ്ടി. ദാൻ എന്ന് പറഞ്ഞാൽ അതൊരു കൺജങ്ഷൻ ആണ്. കൺജങ്ഷൻ ഇസ് എ കണക്റ്റിംഗ് വേർഡ്. ഇനി വീണ്ടും എ വന്നിരിക്കുന്നു. ആർട്ടിക്കിൾ ആണ്, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. ഡൊമസ്റ്റിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്, വീട്ടിൽ വളർത്തിയെടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അടുത്ത നെക്സ്റ്റ് വൺ ആണ്. വണ്ണിന് മൾട്ടിപ്പിൾ യൂസ് ഉണ്ട്. അത് നൗണായിട്ട് ഉപയോഗിക്കും, പ്രൊനൗൺ ആയിട്ട് ഉപയോഗിക്കും, അതുപോലെ തന്നെ അഡ്ജക്റ്റീവ് ആയിട്ടും ഉപയോഗിക്കും. ഈ പറയുന്ന വേർഡ്സ്, പല വേർഡ്സിനും മൾട്ടിപ്പിൾ യൂസസ് ഉണ്ട്. ഇവിടെ ലാസ്റ്റ് വന്നത് വൺ, ഞാനൊന്ന് എടുത്തു പറയുന്നതേ ഉള്ളൂ. വൺ എന്ന് പറഞ്ഞാൽ ഒരു നൗൺ ആവാം, അല്ലെങ്കിൽ അതൊരു പ്രൊനൗൺ ആവാം, അതല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് ആവാം. അതിന്റെ ഒരു ഉദാഹരണം, 2-3 ഉദാഹരണം നോക്കാം. അപ്പോൾ വൺ ഈസ് യൂസ്ഡ് ആസ് നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്. അപ്പൊ ഉദാഹരണം, വൺ ഈസ് ദി ഫസ്റ്റ് കൗണ്ടിങ് നമ്പർ. വൺ ഈസ് ദി ഫസ്റ്റ് കൗണ്ടിങ് നമ്പർ. ഒന്നെന്ന് പറയുന്നത് ആദ്യത്തെ എണ്ണൽ സംഖ്യയാണ്. അവിടെ വൺ എന്ന് പറഞ്ഞാൽ എന്തായിട്ടാണ്? നൗൺ ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെക്കൻഡ് സെന്റൻസോ, വൺ മസ്റ്റ് ആൾവേസ് ബി കൈൻഡ് ടു അതേഴ്സ്. ഒരാൾ എപ്പോഴും ദയവുള്ളവനായിരിക്കണം. വൺ മസ്റ്റ് ആൾവേസ് ബി കൈൻഡ് ടു അതേഴ്സ്. അപ്പൊ ഇവിടെ രണ്ടാമത്തെ വൺ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊനൗൺ ആണ്. ആ വൺ ആരാണ്? ആർക്കോ വേണ്ടി നിലകൊള്ളുന്നു, നാമത്തിനു വേണ്ടി നിലകൊള്ളുന്നു. അടുത്ത, ഷീ ഓൺലി ഹാസ് വൺ ബുക്ക് ഇൻ ഹർ കളക്ഷൻ. അവളുടെ കളക്ഷനിൽ ഒരു ബുക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ വൺ ബുക്ക്, അതിനു വേണ്ടി. വൺ ആൻഡ് ദി സെയിം, നമ്മൾ ഇംഗ്ലീഷ് പറയാനുണ്ട് വൺ ആൻഡ് ദി സെയിം, അതായത് ഒരേ വസ്തു, അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നു, അതിനുവേണ്ടി. 1 by 1, ഇങ്ങനെയൊക്കെ നമ്മൾ 1 by 1 ഓരോന്നോരോന്നായിട്ട്. അപ്പം വി ക്യാൻ സ്റ്റഡി 1 by 1 എന്ന് പറഞ്ഞാൽ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിക്കാം. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആക്ടിവിറ്റി 3-ലെ എക്സാമ്പിൾ ആയിട്ട്. ഇവിടെ സെന്റൻസ്, ഫങ്ഷൻസ് ഓഫ് വേർഡ്സ് ഇൻ ദി ഗിവൺ സെന്റൻസ്. വേർഡ്സ് എന്നോട് ഉദ്ദേശിക്കുന്നത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് യഥാർത്ഥത്തിൽ. പാർട്സ് ഓഫ് സ്പീച്ച്. അപ്പൊ ഒന്നുകൂടെ പറയാം. ഹി, പ്രൊനൗൺ ഹാഡ്, ഓക്സിലറി വെർബ് നെവർ, ആഡ്വർബ് ട്രൈഡ്, വെർബ് ടൈമിംഗ്, വെർബൽ നൗൺ ഇറ്റ്, പ്രൊനൗൺ ബിക്കോസ്, കൺജങ്ഷൻ എ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ വൈൽഡ്, adverb adjective, mongoose noun, was auxiliary verb, more comparative adjective, useful, than conjunction a, indefinite article, domesticated adjective, one എന്ന് പറഞ്ഞാൽ noun ആവാം, pronoun ആവാം, അതുപോലെ തന്നെ അത് adjective ആയിട്ടും ഉപയോഗിക്കുന്നു. അതിന്റെ എക്സാമ്പിൾസ് ആണ്, one is the first counting number, one must always be kind to others, she only has one book in her collection, one and the same, then 1 by 1. Okay, I hope that you understood today's class. Please subscribe, share and support me. ഇനി തുടർന്ന് വരുന്ന ക്ലാസ്സുകളും സശ്രദ്ധം എല്ലാവരും പരീക്ഷ വരെ നിങ്ങൾ എന്നോടൊപ്പം 1 മണിക്കൂർ ഒരാഴ്ചയിൽ ചിലവാക്കുക. അതിനുള്ള പ്രയോജനം തീർച്ചയായിട്ടും ലഭിക്കും. ഓക്കെ, താങ്ക് യു.